നിങ്ങൾക്കൊരു വർക്ക് ഉണ്ട്. എന്നാ കിട്ടും? I'm going to make you an offer that you can't refuse. നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു ഗിഫ്റ്റ് ഞാൻ തരും. എന്താ വർക്ക്? എന്റെ ഗേൾഫ്രണ്ടിനെ കുറച്ചുപേര് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവരെ അങ്ങ് ഒതുക്കിയേക്ക്. ആസിഫേ, കൊറേ നേരമില്ലേ പിന്നാലെ നടക്കണേ? ചോദിക്കടാ. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. പടാ. അയ്യപ്പാവം. താങ്ക്സ്. താങ്ക് യു. എടാ തുറക്ക്. എന്താ നോക്ക്? ഞാൻ തുറക്ക്. ഒന്ന് പോടാ അവിടെ. ഇന്നത്തെ കളി നീ ഒന്ന് കാണും, എന്നിട്ട് പറ. എന്റെ അമ്മ ഓടിക്കോടാ, പണി കിട്ടി. എന്റെ നാട്ടിൽ എന്റെ പടം ഓടിയില്ലെങ്കിൽ വേറെ ഒരുത്തന്നെയും പടം ഓടണ്ട. ഇത് വെച്ചോ. അതെ, അങ്ങ് കൂവി പൊളിച്ചേക്കടാ പിള്ളേരെ. എന്റെ അമ്മ ഓട മൊത്തം ലാലേട്ട പൈസ ഓടിക്കോ. ഫാൻ ഷോ ആയിരുന്നു തോന്നുന്നു. അവര് നിങ്ങളായിരുന്നു. എടാ ഇവന്മാര് പ്രശ്നക്കാരൊന്നും അല്ല, എന്റെ ഫ്രണ്ട്സാ. നിങ്ങൾ കേട്ടോ. എടാ നിങ്ങൾ ഈ വർക്ക് വിട്ടേക്ക്. ഇവരെന്റെ ടീമാ. ഏറ്റെടുത്ത വർക്കിൽ നിന്ന് പിന്മാറുന്ന നാണക്കേടല്ലേ ഡൊമിനി? എടാ ഈ ഉടായ്പൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ അടിച്ച് തോപ്പിക്കണം. നമ്മൾ തമ്മിൽ അത് വേണോ? ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടി പോയി. ശരിയാ, കബൂർ സീൻ ഹെ. 100 വർക്ക് കിട്ടിയതാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണായിരുന്നു പറയുന്നത്? അവന്മാരോട് തല്ലി നോക്കണായിരുന്നു. അവന്മാരെ തല്ലി ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മാത്രല്ല ഡൊമിനി നമ്മുടെ ഫ്രണ്ട് അല്ലടാ. എന്ത് ഫ്രണ്ട്? 2 കൊല്ലം അവന്റെ കൂടെ ആത്തടുന്നുണ്ട്, അല്ലാണ്ട് ബന്ധം. ആസിഫേ, അപ്പു പറഞ്ഞതിലും കാര്യമുണ്ട്. ഡൊമിനിക് നമ്മുടെ ഫ്രണ്ട് തന്നെയാ. മാത്രമല്ല അവൻ നമ്മളെ കുറെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സൗഹൃദം നമ്മളോട് കാണിച്ചല്ലോ. അതല്ല നമ്മളെ തല്ലാതെ വിട്ടെ. രൂപ 50,000 കയ്യിൽ നിന്ന് പോയത്. ആസിഫെ, നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. പ്രാക്ടിക്കല് ബിസിനസ് പൊളിഞ്ഞിക്കട തന്തയും കെട്ടുറായം കഴിഞ്ഞിക്കട പെങ്ങളും വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ? പൈസക്ക് പൈസ തന്നെ വേണം. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ബോംബെ, ദാവൂദ് ഇബ്രാഹിം, നീയൊക്കെ അധോലോകം ഉണ്ടാക്കും പറഞ്ഞിട്ട്
കുത്തിയിരുന്ന് ഹിന്ദി പഠിച്ചതാ. നിനക്കൊരു കാര്യം അറിയോ, ഞാനിങ്ങനെ 10ാം ക്ലാസ്സിൽ മലയാളം പോലും പഠിച്ചിട്ടില്ല. എടാ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്. വർക്കാ? പക്ഷെ പട്ടിണി കിടക്കണം. അത് നമ്മൾ എന്തും ചെയ്യുന്നല്ലേ. എടാ തമാശയല്ലടാ, നിരാഹാരം കിടക്കാൻ. നിരാഹാരം? ആ, ഒരു ഫാക്ടറി പൂട്ടിക്കാൻ നിരാഹാരം കിടക്കണം. നമുക്ക് കിട്ടുന്നൊക്കെ ഇങ്ങനത്തെ അളിഞ്ഞ വർക്കാണല്ലോടി. അങ്ങനെ പട്ടിണി കിടന്നിട്ടുള്ള വർക്കൊന്നും നമുക്ക് വേണ്ട. ബഹുത് മുഷ്കിൽ കാമേ. എടാ എന്നാ കിട്ടോടാ? 25,000 രൂപ. 25,000? ഒരാൾ കിടന്നാ മതി, ബാക്കിയുള്ളവർക്ക് വേറെ പണിയുണ്ട്. അതിന് ആര് നിരാഹാരം കിടക്കും? ദേ ഇവൻ. പിന്നെ എന്നെ ഈ വക ചെയ്യൽ പരിപാടിക്കൊന്നും കിട്ടില്ല. നീ കിടക്കും. കാരണം ഫാക്ടറി വർഗീസ് മാപ്പിളയുടെ. ട്രബിൾ അല്ലടാ, ട്രിബിൾ. കൂട്ടങ്ങട് ഇനി ബോസ് കൂട്ടും. നീ നിന്റെ പോസ് ഉറക്കി. ഓക്കെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, പാണാവള്ളി സ്വദേശികളെ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനായി സഖാവ് ആസിഫ്. എടാ സഖാവ് കഴിഞ്ഞ സമരത്തില. ആണോ? ക്ഷമിക്കണം. വെറും ആസിഫ് അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആസിഫ്. മാല മാല. ഓ, മൈക്ക് മൈക്ക് മൈക്ക്. എന്തേ? ഓ ഓ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കാലാരണപ്പെട്ട ഈ കയർ ഫാക്ടറി ഗുണത്തെക്കാളേറെ ദോഷമാണ് നമ്മൾ ഈ നാട്ടിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവന് പുതുതായിട്ടൊന്നും പറയല്ലേ. വേറെന്ത് പറഞ്ഞു? ഇത് തന്നെ അവൻ പഠിക്കാൻ പറ്റ പാട്. ദുരന്തം. ഇന്നും പരത്തി പറഞ്ഞ് നമ്മളെ കൊല്ലും. ഈ മാലിന്യം അന്തരീക്ഷത്തിൽ എടാ ആൾക്കാരെ വെറുപ്പിക്കലടാ. അതിനോട് ആര് വരെ പടർത്തുന്നു. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? അല്ല, നിങ്ങളെങ്കിലും പറ, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? മാത്രവുമല്ല, നാടിന്റെ എടാ നമ്മുടെ നിരാഹാരം കിടക്കുന്നവൻ എന്തായി? വികസന സാധ്യതകൾക്ക് തടസ്സം നിൽക്കുന്ന വർഗീസ് മാപ്പിളയുടെ കടുംപിടുത്തം അവസാനിപ്പിക്കണം. പാവം തിന്ന് തളർന്ന് കിടക്കും. ഞാൻ ഈ പഴം തിന്നതിനും മടുത്തു. വായിക്ക് രുചികൾ എന്തായാലും മേടിച്ചോണ്ട് വേണം. ഓ, അത് പറഞ്ഞ പുറത്ത് അളിയ 11 ഇപ്പൊ പോയാ മത്തായി ചേട്ടൻ്റെ കടയിൽ പൊറോട്ടയും ബീഫും കിട്ടും ചൂടോടെ. അത് വേണം. അളിയ ഞങ്ങള് മത്തായി ചേട്ടൻ്റെ കടയിൽ പോയി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് വേണം. ഓക്കെ വാളിയ. നീ വരുന്നില്ലേ? എടാ ഞാൻ എഴുന്നേറ്റ് നിന്നു പോകും. ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് നാട്ടുകാരെ. മാത്രവുമല്ല, നാടിന് തന്നെ അപായമായ ഈ ഫാക്ടറി പൂട്ടിക്കെട്ടുവാൻ വേണ്ടി നമ്മൾ ഒത്തൊരുമയോടെ എനിക്ക് 2 പൊറോട്ടയും ഞാൻ വീണ്ടും പറയുകയാണ്. ദുരന്തമേ കൊണ്ടുവരാം. നമ്മളോടല്ലടാ. അപ്പൊ പൊറോട്ട ഫാക്ടറി അല്ല, വർഗീസ് മാപ്പിള നീതി പാലിക്കാം. നാടിന്റെ പോക്കും കൊണ്ടാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സദാനന്ദനൊരു ചായ. ചേട്ടന് കടിയൊന്നും വേണ്ടേ? കടിയൊന്ന് തിന്നാ കൊള്ളാന്നുണ്ട്, പക്ഷെ ഇന്നത്തെ ഒന്നും ഇല്ലല്ലോടാ. ഉണ്ടാക്കുമ്പോ വരാറുന്നില്ലേടാ? അയ്യോ, കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അതാ. ചേട്ടാ ആള് തീരെ കുറവാണല്ലോ. ചേട്ടോ സമയം തെറ്റി ഓടുന്നൊരു പരാതി ഉണ്ടല്ലോ. നിന്നോട് പരാതി പറയാൻ നീയുടെ മജിസ്ട്രേറ്റാ. പോടേക്കാ. അഹങ്കാരിയാണെന്ന് തോന്നുന്നു. നേരം വെളുക്കുമ്പോ തുടങ്ങിക്കോളൂ. ചെവിതല തരികയല്ലേ മനുഷ്യന്. ഓരോ ഉടായ്പാട്ട് ഇറങ്ങിയിരിക്കുക വികസനം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. നല്ല ചട്ടകം പൊള്ളിച്ചവന്റെ ഒക്കെ ചന്തിക്ക് വെക്കാൻ ആളില്ലാത്തോണ്ടാ. ചട്ടകം പിടിപ്പിച്ച് ചന്തിക്ക് വെച്ചാലേ ചട്ട കൊണ്ടല്ലോ അണഞ്ഞു പോകും. ആ സൈസ് ഐറ്റങ്ങളാ അവിടെ ഇരിക്കുന്നത്. യവന്മാരൊക്കെ ആരാ? പല രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണോ? എവിടെ ഒരു രാഷ്ട്രത്തിലും കാണുകയല്ല, എല്ലാ നാട്ടിലും കാണും ഈ സൈസ് 3-4 എണ്ണം. ഒരു പണിക്കും പോകത്തില്ല, പഠിക്കാൻ വിട്ടപ്പോ പഠിക്കത്തുമില്ല. ആരേലും തട്ടിച്ചും മുട്ടിച്ചും ഒക്കെ ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കും. അത് തന്നെ പണി. ഇതൊക്കെ തന്നെയല്ലേ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അവന്മാര് പറയുന്നതിലും കാര്യമില്ലേട്ടാ. പിന്നല്ലാതെ എന്റെ സദാനന്ദൻ ചേട്ടാ, കാലഹരണപ്പെട്ട ഈ ഫാക്ടറി ഗുണത്തെക്കാളേറെ ദോഷമാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? നിർത്തിയര്. 5-6 ദിവസമായിട്ട് ഞങ്ങൾ ഇതൊക്കെ തന്നെയാ കേട്ടോണ്ടിരിക്കുന്നത്. എടാ, ഒരു കാലത്ത് ഈ ഫാക്ടറിയെ ഈ നാടിന്റെ എല്ലാമായിരുന്നു. നിന്നെയൊക്കെ തീറ്റി പോറ്റി ഈ പരുവത്തിലാക്കാൻ വേണ്ടിയേ നിന്റെയൊക്കെ കാരണവന്മാര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഫാക്ടറി അത്. അതെ, ഞങ്ങൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായി. അല്ല പിന്നെ മുരുക. അല്ലെങ്കിലും ഈ വർഗീസ് മാപ്പിളക്ക് ഇപ്പൊ ഈ ഫാക്ടറി നടത്തേണ്ട ഒരു കാര്യമില്ല. അങ്ങേരുടെ മക്കളെല്ലാം ഗൾഫിൽ വലിയ പൊസിഷനില്ല. പിന്നെ ഈ നാടിനോടുള്ള സ്നേഹവും അവിടെ ജോലി എടുക്കുന്നവരുടെ താല്പര്യം കൊണ്ടാ അങ്ങേര് ഈ ഫാക്ടറി കൊണ്ടു നടക്കുന്നത്. ഇതൊക്കെ ഇയാൾ എന്നോട് പറയുന്ന എന്തിനാ? ഇവന്മാരോട് പറ. മക്കളെ, പഴമയുടെ മഹാത്മ്യമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല. അതെ, ഈ കടയിൽ നിന്ന് ചായ കുടിക്കുന്ന ഞങ്ങളോട് പഴമയുടെ മഹാത്മ്യം മനസ്സിലാവില്ല എന്ന് പറയരുത്. ചേട്ടൻ ധൈര്യം ഉണ്ട് ഇതൊന്ന് കഴിച്ചു നോക്കും.
പിന്നെ ഇങ്ങനെ ചായ കുടിക്കുന്ന അപ്പുറത്തെ കടയെന്നാ. ഈ കട തുടങ്ങിയ കാലം തൊട്ടുള്ള ചായ സഞ്ചിയാ. ഒന്ന് മാറ്റി പിടിക്കാൻ പൊന്നാട്ടാ. മോനെ അത് മാറ്റിയ ചായയുടെ കളർ ഡാ, മാറിപ്പോകൂടാ. ഡാ, ഡാ, ഡാ. നിനക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ എന്റെ പ്രസംഗത്തോട്. വർഗീസ് മാപ്പിളയുടെ ഫാക്ടറി വിട്ട് അവൾ ഓർഡർ കിട്ടി. ആ, വാ. കാശ് തന്നിട്ട് പോടാ. ഒരു പ്രസ്ഥാനം പൊട്ടിച്ചപ്പോ അവന്മാരൊക്കെ സന്തോഷം കണ്ടില്ലേ? അവര് പണി പറ്റിച്ചല്ലോ. ഇതെങ്ങനെ അവർക്ക് സാധിച്ചു? ഇതൊന്നും ഇവന്മാരല്ലെന്ന്. ഇതൊക്കെ ഇവന്മാരെ ചെറിയ കൊട്ടേഷൻ. ഇവന്മാരുടെ ഒക്കെ പിന്നിൽ ഏതോ മുഴുത്തവൻ കിടന്ന് കളിക്കുന്നുണ്ട്. ഈ നാട്ടുകാരുടെ മുറിവുറപ്പെന്ന് നിങ്ങളിപ്പോ മൈൻഡ് ചെയ്യണ്ട. ആ ഫാക്ടറിയിൽ ജോലി ചെയ്തവർക്ക് മാത്രമല്ല, ഈ നാട്ടിലെ മാക്സിമം ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നവരും ബിസിനസ്സുകൾ തുടങ്ങാനാണ് എന്റെ പ്ലാൻ. സാറേ, വർഗീസ് മാപ്പിള സ്ഥലം വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് നഷ്ടപ്പെട്ട് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതെ സാറ്, വർഗീസ് മാപ്പിള എടുത്ത് ഇവന് പഴയൊരു കലിപ്പ് കിടപ്പുണ്ട്. പണ്ട് ശിക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോ ഇവന്റെ പേരിലുള്ള വീട് സ്ഥലം ഇപ്പൊ അങ്ങേരുടെ പേരില്ല. ആ ഫാക്ടറി ക്ലോസ് ചെയ്താൽ ആ പ്രോപ്പർട്ടി വിൽക്കാൻ തന്നെയാണ് അവരുടെ മക്കളുടെ പ്ലാൻ. അതാ കാര്യം അവരെന്നോട് സംസാരിച്ചതുമാണ്. Here you go. Thank you, sir. എനിവേസ്, നമ്മൾ ഇനിയും കാണണം. നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിന്റെ സപ്പോർട്ടാണ് എനിക്കിന്ന് ആവശ്യം. ഓക്കെ? ഇതെന്താ? ഇരിക്കട്ടെ ചേച്ചി. കഴിഞ്ഞ മാസത്തെ വാടക തന്നല്ലേ? അപ്പോ കയ്യില് പൈസ വരുമ്പോഴല്ലേ തരാൻ പറ്റുള്ളൂ. ആ പോയിട്ടാ. ആകെ മെലിഞ്ഞു പോയല്ലോ. നിരാഹാരം കിടന്നോണ്ടായിരിക്കും അല്ലേ? ആ, നീ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങളത് പൂട്ടിച്ചല്ലോ. എങ്ങനെ പോന്നു നിന്റെ ഡാൻസ് പഠിത്തമൊക്കെ? തകർത്ത് നടക്കുന്നു. ഇപ്പൊ അത് മാത്രമേ നടക്കുന്നുള്ളൂ എന്റെ അപ്പോയി. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞ എന്ത് ചെലവാ. എന്നെ കൊണ്ട് അതൊന്നും താങ്ങാൻ പറ്റത്തില്ല എന്റെ അപ്പു. അതൊക്കെ നടക്കും ചേച്ചി, അവള് പൊളിക്കട്ടെ. പിന്നല്ല. താങ്ക് യു. ആ, എപ്പോഴെപ്പോഴും ഇങ്ങനെ മിഠായി മേടിച്ചു കൊടുക്കാനേ ഇവളെന്താ ഇള്ളക്കുട്ടിയാ? ഒന്ന് പോവാ. അപ്പോഴെങ്കിലും നല്ല നല്ല ശീലങ്ങളൊന്നും മാറ്റണ്ട കേട്ടോ. ഇവക്ക് എപ്പോഴും വിശപ്പേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. വല്യമ്മച്ചി, കാലിന് നല്ല നീരുണ്ടല്ലോ. നമുക്ക് ആ മാധവൻ ഡോക്ടറെ ഒന്ന് കാണിച്ചാലോ? അതൊന്നും വേണ്ട മോനെ. 2 നേരം ചൂട് പിടിച്ച് കഴിയുമ്പോ അതങ്ങ് മാറും. നീ തല നല്ലോണം തോർത്തിയില്ലേ? എന്നാ ഈ രാസ്രാജ് പൊടി ഇത്തിരി ഇട്ടോ. നീർദോഷം ഉണ്ടെങ്കിൽ അങ്ങ് മാറിപ്പോവും. ഇന്ന് ആസിഫിന്റെ ഉമ്മ വന്നായിരുന്നു. ആ പെങ്കോച്ചിന്റെ നിക്കാഹ് നടക്കാത്തത് കൊണ്ട് അവര് ഒത്തിരി കരഞ്ഞു. അവനെ കുറെ ചീത്തയും പറഞ്ഞു. അതിന് അവനും തീറ്റ ചെയ്തു വല്യമ്മച്ചി. പാവം, അവരുടെ മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും. എത്ര വന്നാലും പെറ്റ തള്ളയല്ലേ മോനെ. ആ ഓ, എങ്ങോട്ടാണോ ഒരുങ്ങി കേട്ടി? സത്രത്തിൽ വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. എന്റെ പടച്ചോനെ, മനുഷ്യന്മാർക്ക് ഒരു പ്രയോജനമില്ലാത്തൊരു സന്തതിയാണല്ലോ നീ എനിക്ക് തന്നത്. എന്താ പ്രശ്നം നിനക്ക് അറിഞ്ഞൂടാ? എടാ, ഇതിപ്പോ ഓളുടെ ഇപ്പൊ എത്രാമത്തെ നിക്കാഹ മുടങ്ങുന്നതെന്ന് നിനക്കറിയോ? വരുന്നവർക്കൊക്കെ ഓളെ പെരുത്ത് ഇഷ്ടായിട്ട് തന്നെ പോന്നാണ്. പോണവരാരും പിന്നീട് വിളിക്കുന്നില്ല. എന്തായിട്ടാ?
അന്റെ ജയിൽവാസത്തിന്റെ ചരിത്രം അറിയാം. ഉമ്മാട് തന്നെ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേര് ജയിലല്ല, ദുർഗുണ പരിഹാര പാഠശാല. എന്ത് കുന്തമായാലും നിന്നെ അവിടെ സുഖവാസത്തിന് കൊണ്ടുപോയതല്ലോ, ശിക്ഷിക്കാൻ കൊണ്ടുപോയതല്ലേ? അതെ, എന്റെ ചരിത്രം കൊണ്ടൊന്നല്ലോളം നിൽക്കാൻ നടക്കാത്തത്. അതിന് കാശ് കൊടുക്കണം. അതെങ്ങനെയാ? ഉപ്പ കച്ചവടം എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു വെച്ചേക്കല്ലേ? ആ, ഇനി നീ ഉപ്പാന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. അതിനെ കൊണ്ട് എന്തിനെങ്കിലും പറ്റിയാ? നീ എന്തുട്ടാ ഇവിടെ ചെയ്തത്? ഉപദ്രവല്ലാതെ. എത്ര പറഞ്ഞാലും കേൾക്കരുത് ഈ ദുർനടപ്പ് നിർത്താനായിട്ട്. മാറങ്ങോട്ട്. ഇനി എന്താ എന്റെ പ്രശ്നം? റസൂൽ എത്ര കാലം എന്റെ പിന്നാലെ നടന്നതാ പെരുത്ത് ഇഷ്ടാന്ന് പറഞ്ഞിട്ട്. ഇക്കാന്നല്ലേ ഓന്റെ കാലല്ലേ ഓടിച്ചത്, അല്ലെങ്കിൽ ഓനെങ്കിലും എന്നെ കെട്ടിക്കൊണ്ട് പോയേനെ. ആ റസൂൽ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഓൻ എന്നെ തരേണ്ട, ഓൻ കിട്ടി 2 പിള്ളേരെ. ഇവനക്കാരെ പെണ്ണുകൊടുത്തത്. അല്ല, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സമുദായത്തിൽ 2-3 ആവാം. അതോർത്ത് ബേജാറാവണ്ട, ഞാൻ വേറെ ആളെ നോക്കുന്നുണ്ട്. നീ ആരെ കെട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ ഓൻ എന്റെ കാര്യം കൂടെ നോക്കണം മാത്രം. അയ്യടാ, ഒന്നുമില്ല, പോയിട്ട് വരാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇക്കാലം അത്രയും നോക്കി നടത്തിയില്ലേ? ഇനി ഇപ്പൊ ഈ വയസ്സുകാലത്ത് കഷ്ടപ്പാടൊക്കെ കുറഞ്ഞു എന്ന് കരുതിയാ മതി. നമുക്കിത് നടത്തി പോണോണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലല്ലോ. എത്ര എളുപ്പത്തിൽ നീ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു കാലത്ത് ഈ നാടിന്റെ എല്ലാമായിരുന്നു ആ ഫാക്ടറി. നമുക്കും മക്കൾക്കും നാട്ടുകാർക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് അതൊക്കെ മറക്കാനും നിഷേധിക്കാനും പറ്റുമോ? അത് മറന്നതും തള്ളിപ്പറഞ്ഞൊന്നുമല്ല, നാട്ടുകാർക്കൊന്നും വേണ്ടാതായിരിക്കുന്നു. പിന്നെന്തിനാ നമ്മള്? ആർക്കൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും അതെന്റെ ജീവനും ജീവിതവും ഒക്കെ ആയിരുന്നു. കാലപ്പഴക്കം ചെല്ലും തോറും നേട്ടങ്ങൾ കുറഞ്ഞു വരുന്ന ചില ബന്ധങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ എന്ന് കരുതി അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കാറുണ്ടോ? അച്ചായ, വെറുതെ ആ സ്ഥലം ഓടിയിട്ടിട്ട് എന്തിനാ? നല്ല വിലക്കെടുക്കാൻ ആള് വന്നിട്ടുണ്ടെന്നാ ജോൺ വിളിച്ചപ്പോ പറഞ്ഞത്. അവനോട് ആര് പറഞ്ഞു ഞാൻ ആ സ്ഥലം വിൽക്കാൻ പോവാണെന്ന്? ഞാൻ ആ സ്ഥലം വിൽക്കുന്നില്ല. അത് കണ്ടിട്ട് എന്റെ മക്കൾ ആരും മനക്കോട്ട കെട്ടണ്ടെന്ന് പറഞ്ഞേര്. ദോസ്തോ, ആജ് ബി ഡ്രൈ ഡേ ആവുന്നു തോന്നുന്നു. വർക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ നാട്ടുകാരെല്ലാവരും നന്നാവാൻ തുടങ്ങിയെന്നാ തോന്നുന്നു. എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് പത്രത്തിൽ പരസ്യം കൊടുത്താലോ? അത് കൊള്ളാം. ഒരു കൊട്ടേഷൻ ടീം ഒരു പണിയില്ലാണ്ടിരിപ്പുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു വർക്കുമായി ബന്ധപ്പെടുക. എന്റെ പെങ്ങളെ എങ്ങനെ കെട്ടിച്ചേക്കുന്ന ആലോചിച്ച് വിഷമിക്കണം. മറ്റൊരു കോടി. നമുക്കൊരു നല്ല വർക്ക് ഇട്ടിട്ട് നിന്റെ പെങ്ങളെ കെട്ടിക്കാൻ പറ്റുമെന്ന് പറ്റും. പറ്റണല്ലോ അല്ലേ? പിന്നെ പറ്റാതെ അവിടെ പോന. നീ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തോടാ. അന്റെപ്പാ ഓ, ഒരുത്തന്റെ ഇരിപ്പുണ്ടല്ലേ, ഇവനെന്ത് നോക്കാനാ? ഒറ്റത്തടി 6 വിഷം എന്ന് പറയണ്ടല്ലോ. ഇനി എല്ലാം കൂടെ എന്റെ പുറത്തേക്ക് കയറിക്കോ. വർക്കൊന്നും കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? രണ്ടെണ്ണോടെ തുടങ്ങി. ദോസ്തോ, ഇവിടെ മനുഷ്യൻ മൂട്ടിൽ തീ പിടിച്ചിരിക്കുമ്പോഴേ അവന്റെ ഒരു ഹിന്ദി. നിനക്കിപ്പോ എന്താ വേണ്ടേ? മെനകെട്ടന്മാരാണെങ്കിലും ചെറിയ പൈസക്ക് ഒന്ന് കാര്യം തീർത്തിട്ട് പോക്കോളൂ. എല്ലാരും ഉണ്ടല്ലോ ലൈംഗപ്പി കാക്കിരിക്കുന്ന പോലെ. ആ സാധാരണ വരുന്നത് ഇതെന്നാ കന്നിമാസം കഴിഞ്ഞ പട്ടികളെ പോലെ മുഖത്തൊരു മ്ലാനത. ഇനി വല്ല മേലാഴികയാണോ? ഇവന്മാർക്ക് തന്നെ പറ്റി. ഹലോ, നിങ്ങൾക്കൊരു വർക്കുമായിട്ട് വന്നതാ. വർക്ക് എന്നാ കിട്ടും? ആക്രാന്തം കാണിക്കണ്ട, പറഞ്ഞു തരാം. പെട്ടെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് തരാം. ഇതന്നെ ആടിമാസം കഴിയുമോ? അപ്പൊ പട്ടിണിയാണല്ലേ? അല്ലല്ല, ഞങ്ങളിങ്ങനെ പൊതുവെ പരിചയക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അത് മോൻ പറയുന്നുണ്ട്. ആ മോനെ അപ്പു, നീ വന്നേ. എന്താ? ഇങ്ങോട്ട് വാടാ. നീ എന്തിനാ അവനെ നോക്കുന്നേ? ഇങ്ങ് വന്നേ, വാ, ഇങ്ങോട്ട് വാ. ഈ കൂടുതൽ ശകലം വിവരമുള്ള നിനക്കാ, നിന്നോട് തന്നെ പറയാം. ഇതൊരു ഉഗ്രം വർക്കാണേ. ആ പൈസ കിട്ടിയ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. അതല്ലേ നിന്റെ തന്നെ. എന്നാന്നറിയോ, തേങ്ങ മോശ സമയമാണ്. അതാണ് ഞങ്ങളുടെ അവിടുത്തെ വനിതാ മെമ്പറില്ലേ, അവരുണ്ടല്ലോ നാട്ടിൽ മൊത്തം പോസ്റ്റ് ഒട്ടിച്ചിരിക്കുക. ആ പോസ്റ്റ് നിങ്ങൾ അയച്ചു ചെന്നിച്ച് നിങ്ങൾ എല്ലാരും കൂടി അത് കീറണം. കീറി കഴിഞ്ഞാൽ 2000 രൂപ ഞാൻ നിങ്ങൾക്ക്. നിങ്ങൾ വലിയ കൊട്ടേഷൻ ടീമാണ്. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ അതിപ്പോ ഉപദ്രവായോ? വെറുതെ ചൊറിയും കുത്തിയിരുന്നവർക്ക് കുറെ കാശ് കെട്ടിക്കോട്ടെന്ന് വിചാരിച്ചു. പേടിയാണ് വേണ്ടാവേ. കാര്യം എന്താന്ന് പറ. അയാളെന്താ വർക്കിന്റെ കാര്യം പറയാൻ വേണ്ടി 4-ാം വാർഡിലെ മെമ്പറുടെ പോസ്റ്റർ കീറി കളഞ്ഞ 2000 ഉലുവ തരാന്ന്. 2000 മനുഷ്യനോട് 5 പൈസയിലാണ് നട്ടം തിരിയുമ്പോഴാ. എടാ, ഈ വക ചീള് കേസ് ചെയ്തിട്ടാ നാട്ടിൽ നമ്മുടെ വില പോയത്. അത് ശരിയാ. എന്ത് ശരി? കുറെ കാലമായാലും പണി തുടങ്ങിട്ട് നാളിതുവരെ ഒരു നല്ല കാര്യം കൊടുത്തിട്ടുണ്ടോ? നിനക്കൊന്നും എന്റെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കൊരു പെങ്ങളെ കെട്ടിക്കാനുള്ള. പെങ്ങളെ കെട്ടിക്കാൻ കൊട്ടേഷൻ ആണോ നല്ല പണി? പിന്നെ ഈ 2000 ഉലു വെച്ചിട്ടാണോ നീ പെങ്ങളെ കെട്ടിക്കാൻ പോകുന്നത്? മുല്ലപ്പൂല് വാങ്ങിക്കാലോടാ. പോവാടാ. പിന്നെ നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ കോപ്പ് വരും.
അപ്പൊ ഈ ചെറിയവർക്ക് വലിയവർക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ എപ്പോ തൊട്ട് പറയുന്ന ആ ഡൊമിനോടൊപ്പം കൂടാന്ന്. അപ്പൊ നിനക്ക് കൊടുക്കത്ത കോംപ്ലക്സ്. എടാ കുറെ നാളായല്ല നമ്മള് ഡൊമിനിയെ പോലെ ആവണം ഡൊമിനിയെ പോലെ ആവണമെന്ന് പറഞ്ഞ് നടന്നിട്ട്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയ. എടാ അവനെങ്കിൽ സിറ്റിയിലാണ്, അവിടെ കളി വേറെയാ. നമുക്ക് ഈ നാട്ടിൻപുറത്തേക്ക് ലൊട്ടിലൊടുക്ക് പരിപാടിയൊക്കെ നടക്കൂ. നീ ആ സത്യം ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞത് 2000 നമുക്കിത് പിടിക്കാടാ. പോസ്റ്ററെങ്കിൽ പോസ്റ്റർ. ആ നല്ലൊരു വർക്ക് കൊടുക്കാന്ന് വെച്ചപ്പോ കലിപ്പത്തവരെ തീർന്നില്ലേ? എനിക്ക് എന്തിനാണ് എന്നെ പറഞ്ഞ വർക്ക്? ഇതിനാണ് വഴിയെ പോയ വയ്യാവലി ഓടിച്ചിട്ട് പിടിക്കാന്ന് പറയണം. 2000 രൂപയുടെ വർക്ക് പിടിക്കാൻ 4015 രൂപയുടെ ചെലവ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ശവത്തെ കുതാതടാ. ബില്ലടയ്ക്കാനുള്ള പരിപാടി ആലോചിക്കും. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. നിങ്ങൾ ബില്ലടച്ചോ? നിങ്ങൾ ബില്ലടച്ചോന്ന്? അടയ്ക്കും. ആള് പോയിട്ടുണ്ട് ബാങ്കിൽ പൈസ എടുക്കാൻ. ATM കാർഡൊന്നും ഇല്ലേ? അയ്യോ ബാങ്ക് എന്ന് ഉദ്ദേശിച്ചത് ATM അല്ല. തന്നെ ഇപ്പൊ ആരെങ്കിലും പൈസ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോവോ? എന്താ ഇപ്പൊ വരും. എന്റെ അന്തോണിച്ച് പുണ്യാളായ ഒരു വർക്കാണെങ്കിൽ ഞാൻ 100 മെഴുകുതിരി കത്തിച്ചേക്കാവേ. കൈയും കാലും തല്ലി അടിച്ചാലോ? അന്തോണീസ് നിങ്ങൾ മുത്താണ് മുത്ത്. കൈയും കാലും ശരി. എന്താ കേസ് എന്നാ കിട്ടും? 10. 10,000 രൂപ കൈയും കാലും തല്ലടിക്കാൻ പറ്റും. കൈയും കാലും തല്ലി പിടിക്കണ്ട, ഒന്ന് പേടിപ്പിച്ച് കിട്ടാ മതി. അയ്യേ അപ്പൊ എന്റെ ആവശ്യമില്ല. ചീല് കേസിനൊക്കെ ഞാൻ ധോണിയല്ലടാ. ആ റോസിന്റെ കൂടെ ഉള്ള നിന്റെ ചുറ്റിക്കളി ഉണ്ടല്ലോ, മൂന്നതങ്ങ് നിർത്തിയേരെ. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? കലിപ്പിലാണല്ല. എടാ ഇത് അവളുടെ അപ്പം തന്ന കൊട്ടേഷനാ നിന്നെയൊക്കെ ഒതുക്കാൻ. നീയൊക്കെ അങ്ങ് ഒലത്തും. എന്നിട്ട് ഞാനെന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞേ? വലിയ വീട്ടിലെ പെമ്പിളാരെ നീ പ്രേമിക്കണോ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ ചേട്ടനെ വിളിച്ചത് ഫിനാൻസ് നടത്തുന്ന മാമച്ചന്റെ മോളുമായിട്ട് പ്രേമത്തിലായിരുന്നല്ലോ. അവളെ വീട്ടിൽ നിന്ന് ചാടിക്കണമെന്ന് സഹായം ചോദിച്ചു വിളിച്ച. അവനെ കൊണ്ടാക്കാൻ കണ്ട സമയം ഞാൻ ചെയ്തു. എന്താ ചേട്ടൻ പൊക്കെ വർക്ക് കഴിഞ്ഞു. 10,000 രൂപയ്ക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ.
പാച്ചു, നീ ആ പെണ്ണിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. വെറുതെ വിളിച്ചിറക്കി കൊണ്ട് വരാൻ നിൽക്കല്ലേ. എന്റെ പൊന്നപ്പുനി അതൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞ അവള് കേൾക്കൂല. ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയ ബന്ധമൊന്നുമല്ല. ഓ പിന്നെ മൊയ്തീനും കാഞ്ചനമാലയല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കണം. വലിയ വർത്താനം പറഞ്ഞിരിക്കണം. ഞാൻ പറയാം. ആ അപ്പുവാ, പാച്ചുവിന്റെ ഫ്രണ്ട്. നീ എന്ത് കണ്ടിട്ടാ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നത്? ഈ പ്രണയത്തിന്റെ മധുരവും മാങ്ങാത്തൊലിയൊക്കെ ഉണ്ടല്ലോ, അത് ആദ്യത്തെ കുറച്ച് ദിവസമേ കാണത്തുള്ളൂ. എടാ മാങ്ങാത്തൊലി അല്ലടാ, കുളിരി കുളിരി. ഇതാ പറയുന്ന പുലിയൊട്ട് പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കുകയില്ല. ആരാ പുലി? എടാ എന്തൊരു കഷ്ടാടാ ഇത്. എടാ നീയൊക്കെ എനിക്ക് പണി തരുവാണോ? എടാ ആ ഫോണിൽ നിന്ന്. ശരി, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. പ്രണയ അസ്ഥിക്ക് പിടിച്ചിരിക്കുക. ഇവൻ വലിയ ഫാഷൻ ഫോട്ടോഗ്രാഫറാന്ന് അവള് പറയുന്നത്. ഫാഷൻ ഫോട്ടോഗ്രാഫറാ ഇവനാ? ഏതോ പരസ്യം ചെയ്യണ ആമ്പിള്ളേർക്ക് ലൈറ്റ് പിടിച്ചു കൊടുക്കണ ഇവൻ. പാച്ചു നീ ആളുകൊള്ളാലോ. ഇമാര് തള്ളുകളിയാണ് നീ പെണ്ണെ വിളിച്ചത്. വടിവാളം വെട്ട് എത്തിയായിട്ട് നടക്കുന്ന സമയത്ത് വല്ല ക്യാമറ നോക്കി നടന്നാ മതി. നീ വടിവോള് കണ്ടുണ്ടോ? നീയോ? പറ്റിപ്പോയി, കൂടെ നിക്കണം പ്ലീസ്. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്താ നിന്റെ പ്ലാൻ? എടാ മാമച്ചൻ എന്നെ നല്ല സംശയമുണ്ട്. അയാൾക്കുടെ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എടാ ഞാൻ അവളെ കണ്ടിട്ട് തന്നെ കുറെ നാളായടാ. ഞങ്ങളുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഒരു കടയിൽ വെച്ചിട്ടുണ്ട്. അവൾ ഇറങ്ങി വരുന്ന ദിവസം ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള നമ്മുടെ ബഷീറിന്റെ ലോഡ്ജില്ലേ അവിടെ എത്തും. ഞങ്ങൾ സേഫ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ബാഗ് എടുത്ത് തന്നെ അന്ന് രാത്രി തന്നെ ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ പോകും. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ കൂടെ കുറച്ച് സജസ്റ്റ് ചെയ്യാം. അല്ലളിയാ, ഇതിന്റെ അകത്ത് ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഹം ക്യാ കർത്താ? എടാ നമ്മുടെ അല്ലേ മെയിൻ വർക്ക്. 2 ബാഗ് എടുത്ത് കൊടുക്കാം. ഓ ബാഗ് എടുത്ത് കൊടുക്കാൻ. എടാ ബാഗൊക്കെ എന്തിനാ വേറെ സ്ഥലത്ത് വെച്ചേക്കണേ? സംശയം തോന്നാറില്ല. മാമച്ചന്റെ ആൾക്കാർ ഞങ്ങളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് തോന്നരുത് ഞങ്ങളൊരു ദൂരയാത്ര പോവാണെന്നുള്ളത്. എങ്ങനെ? പിന്നെ എങ്ങാനും പദ്ധതി ഒന്ന് പാളി പോയാ അവള് മൂത്രമൊഴിക്കാൻ പോയാന്നും പറഞ്ഞ് വീട്ടിലേക്ക് ഇറച്ചല്ലോ. ഓ സ്വച്ഛ് ഭാരത്. കറക്റ്റ്. പിന്നെ നിങ്ങൾ അവളെ എങ്ങനെയെങ്കിലും ലോഡ്ജിലെത്തിക്കണം. മാമച്ചന്റെ ആളുകൾ ഞങ്ങളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്കും വേണ്ട ഒരാൾബലം. അതിനാണ് നിങ്ങളെല്ലാരും. താങ്ക് യു. ഒരു പോർലോ ഇല്ലാണ്ട് തിരിച്ചേപ്പിച്ചങ്ങനെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. വേണി നിനക്ക് അവനല്ലാതെ വേറെ ആരും കിട്ടിയില്ല. ബനാന നിങ്ങൾ എന്താണ് എത്ര വൈകിയത്? പാച്ചു അവനകത്തുണ്ട്. എടാ ഞാനിവിടെ വരടാ. വേണ്ട, നീ വരണ്ട. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റണം. ഞാൻ ബാഗ് എടുത്ത് വരുമ്പോൾ വിളിക്കാം. ശരി, സൂക്ഷിച്ചു. എടാ അവരെത്തി. എടാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നീ അവളെയും വിളിച്ച് അകത്ത് പോകാൻ നോക്കുമ്പോ. അടുത്ത പ്ലാൻ എന്താ? ആ പറയടാ. എടാ അത് ഞാൻ നോക്കിക്കോളാം. ഇത്രയും പേടിയുള്ളവനൊന്നും ഈ പണിക്ക് ഇറങ്ങാൻ പാടില്ല. നീ ഫോൺ വെക്ക്. ഹലോ കുട്ടി. ഹലോ കുട്ടി.
ശ്രുതി എലിമിനേറ്റ് കണ്ടോ? ആ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഹലോ, അവൾക്ക് ഒടുക്കത്തെ അഹങ്കാര, വെറുതെ ഔട്ടേ. എടാ അപ്പു, നീ ഇതിപ്പോ എവിടെയാ? എടാ ഞാനിപ്പോ ഇടക്കൊത്തില്ല, ഇവിടെ ഹോസ്പിറ്റലാക്കിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. പൊന്നു മോനെ അത് ചെയ്യല്ലേ, അത് മൊത്തം സീനാവും. നീ അവളോടെ ഇട്ടിട്ട് സ്കൂട്ടാവും നോക്ക്. അത് സാറില്ലടാ, ഇവിടെ ഹോസ്പിറ്റലാക്കിട്ട് ഞാൻ അങ്ങ് സ്കൂട്ടായിക്കോളാം. എടാ എടാ നീ പറയണേക്ക്, ഞാൻ പറയാം. ആസിഫേ നീ ടെൻഷൻ അടിക്കല്ലേ. എടാ അവക്ക് ബോധം വരുന്നുണ്ട്. ഹലോ ഹലോ അപ്പു, ഹലോ. എടാ എന്താ പ്രശ്നം? എടാ നിർത്തിയാ എടാ ചുറ്റിക്കളിയാണെന്ന് തോന്നുന്നു. എന്തുവാടേ, പബ്ലിക് റോഡിലാണോ പരിപാടി? എന്താ പരിപാടി ഇവിടെ? എന്താ പരിപാടി? താനാരാ? ഞാൻ എങ്ങനെ ഇതിനകത്ത് എത്തിയേ? അതെ, എന്റെ വണ്ടിയുടെ മിറർ തട്ടി താൻ വീണു. തന്റെ ബോധം പോയപ്പോ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി കയറ്റിയത്. അപ്പോഴത്തേക്ക് ഇവരെല്ലാം വളഞ്ഞു. ഞാനിപ്പോ നമ്മള് ഫ്രണ്ട്സാന്ന് പറയാൻ പോവാ. അല്ലെങ്കിൽ ഇവരാകെ സീനാക്കും. ഹലോ, എന്താ ഇതിനകത്ത് പരിപാടി? ചേച്ചിയെ സഹായിക്കണോ? ഹലോ അപ്പു, എടാ കേക്കാവോ അപ്പു? അപ്പു എടാ ആസിഫേ, ഇവിടെ ആകെ സീനായടാ. എടാ ഞാൻ എല്ലാം കേട്ടു. നിങ്ങള് സുഹൃത്തുക്കളാന്ന് മാത്രം പറഞ്ഞാൽ മതി, ഓക്കെ? അല്ലെങ്കിൽ പ്രശ്നമാ. നീ ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ ഡീൽ ചെയ്തോളാം. എടാ അപ്പു ഒരു പ്രശ്നത്തില്ല, അവന്റെ വണ്ടിയും തട്ടി. നീ ഒരു കാര്യം ചെയ്യും, ഒരു ബാഗ് എടുത്ത് കൊടുക്ക്, ഞങ്ങളിപ്പോ വരാം. ഹലോ ജീവൻ സാറല്ലേ? കാര്യങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. തന്റെ പേരെന്താ, സ്ഥലം എവിടെയാ? പൂർണിമ, പള്ളുരുത്തി. മാറിക്കേ, ഞാൻ ചോദിക്കാം. അതെ, ഗ്ലാസ് എടുത്തിക്കേ. എന്തോ കേസ് കേട്ടാണ്. ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ, ടോമി. എന്താ കാര്യം അറിയില്ല. എന്താ കുട്ടിയുടെ പേര്? പൂർണിമ, എന്റെ ഫ്രണ്ടാ. പള്ളുരുത്തിയുള്ള ഇവരുടെ വീട്ടിലേക്ക് പോവായിരുന്നു. ആയിക്കോട്ടെ. എന്താ കുട്ടിയുടെ ചുണ്ടൊക്കെ മുറിഞ്ഞിരിക്കുന്നത്? അത് ബ്രേക്ക് ഇട്ടപ്പോ ഫ്രണ്ടിൽ വന്നിടിച്ചാ. ചുമ്മാ ടോമി ചേട്ടാ, അവനോട് കിസിക്കണായിരുന്നു. അനാവശ്യം പറയരുത്. ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ. പള്ളുരുത്തിയിൽ എവിടാ വീട്? ചുറ്റാറ്റുമുക്കില്. അവിടെ ഒരു വണ്ടി കച്ചവടക്കാരൻ ബാബുക്കുട്ടനുണ്ടല്ലോ, അറിയുവോ? ആ, എന്റെ വീടിനടുത്തുള്ളതാ. ഓ, എന്താ കുട്ടിയുടെ വീട്ടുപേര്? തെക്കേക്കര. ശരി, ഓക്കെ. അതെ, കാലം വളരെ മോശമാ. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനൊന്ന് അന്വേഷിച്ചോട്ടെ കേട്ടോ. നിങ്ങളെ ഉടനെ വിട്ടേക്കാം. അതെ, ആരും ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾക്ക് ഈ വണ്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിഞ്ഞുകൂടാത്തോണ്ടാ. തട്ട അപ്പോൾസറി, ബക്കറ്റ് സീറ്റ്, 2 ടയർ കട്ട, 2 ടയർ മൊട്ട, ഈച്ചക്കാലിന് പാച്ച് വർക്കില്ല. കിളിക്കുഞ്ഞ് പറക്കും. പിന്നെ ഇത് ഓടത്തില്ലേ? അല്ല, പറഞ്ഞപ്പോ എന്റെ പൊന്നു ചേട്ടാ, നടപടിയാന്ന് കാര്യം വല്ലതും പറ. അല്ല, അത് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഒരേ മിനിറ്റേ. ഹലോ ടോമച്ചേട്ടാ, എന്നാ രാത്രിയില്? അതെ, നിന്റെ വീടിന്റെ അവിടെ തെക്കേക്കര എന്ന് പറയുന്ന ഒരു വീടുണ്ടോ? ആ അറിയാം. അവിടുത്തെ പെങ്കൊച്ചിനെ അറിയോ നീ? പൂർണിമ. ആ, അത് തന്നെ, പൂർണിമ. ഇവിടെ ഒരു പയ്യന്റെ കൂടെ ഒരു ചെറിയ ചുറ്റിക്കളിയൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ആഹാ, നീ അവരുടെ വീട്ടിലൊന്ന് അറിയിച്ചേരാ കേട്ടോ. ആ, അറിയിച്ചേക്കാം. അടാ, പോലീസ് വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. താങ്ക് യു സർ. അപ്പൊ ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓ, താങ്ക് യു സർ. സീ യു. അതെ, SIക്ക് അത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല. പിന്നെ ജീവൻ സാർ ഇടപെട്ടുകൊണ്ട് നമ്മളെ വിട്ടെന്നുള്ളൂ. അവനെവിടാ പാച്ചു? എടാ അവനെ അവളെയും മണിയും ട്രെയിൻ കയറ്റി വിട്ടു. കുറച്ചു നേരം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ പെണ്ണിന്റെ ആൾക്കാരൊന്നും നൈസായിട്ട് സ്കൂട്ടാ. വണ്ടി നിറച്ച ആളാണല്ലോ. നമസ്കാരം സാർ, ഈ പെൺകൊച്ചിന്റെ അമ്മ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് ചാടിക്കളിച്ചിട്ട് നാടകളിക്കാണ് മോളെ വിളിച്ച് പോന്നോക്കെ. എനിക്ക് സൗകര്യമില്ലടോ സാറേ, ഈ പെൺകൊച്ചിന്റെ കൂടെ ഉണ്ടായിരുന്ന ചെക്കൻ എന്തിയാ സാറേ? അവൻ പോയടോ. സാറേ, അവനെ അങ്ങനെ പറഞ്ഞു വിട്ട് ശരിയായോ സാറേ? താനാരടോ? സാറേ, പെൺപിള്ളേരെ വളച്ചു ചുറ്റിക്കുന്ന പാർട്ടീസ് ഉണ്ടല്ലോ എന്ന് ഓർത്ത് ചോദിച്ചതാ സാറേ. ഇത് പ്രേമവും കാമനൊന്നുമില്ല, പുറത്തിറങ്ങിക്കോ. ഓ, അപ്പൊ ഇത് വകുപ്പ് വേറെ അല്ലേ? എനിക്ക് വിളങ്ങും വേണ്ട സാറേ. എന്നെ കൊണ്ട് മറ്റേ ഭാഷ പറയിപ്പിക്കരുത്. മോളെ വിളിച്ച് പോയാണ് പറയാൻ. തന്നോടല്ലേ പറഞ്ഞു എനിക്ക് സൗകര്യമില്ലെന്ന്. ഇതെന്തൊരു സ്ത്രീയാണത്? സാറേ, തലയ്ക്ക് സുഖമില്ലാത്തൊരു സ്ത്രീയാണത്. സാറേ, ഈ കൊച്ചി ഇവരുടെ മകളൊന്നുമല്ല സാറേ. ഈ സ്ത്രീ രണ്ടാനമ്മയാ. ഇവിടെ അച്ഛനാണ് ഒരു ഗുണമില്ലാത്തവനാ, ഒരു ഊരുതണ്ടി. ആ പയ്യനെ കൊച്ചിനെ ഇഷ്ടമാണെങ്കിൽ കെട്ടിച്ചു കൊടുക്ക് സാറേ. അവരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ സാറേ. പിന്നെ എനിക്ക് ഇതാണല്ലോ ഇവിടെ പണി. വിളിച്ചിട്ട് പോയനെ. തന്നോടല്ലേ പറഞ്ഞു എനിക്ക് പറ്റില്ലെന്ന്. ഇറക്കി വിടുവനൊക്കെ. ഇറങ്ങിക്കോ. എല്ലാരും നോക്കി നിൽക്കാതെ ഇറങ്ങിക്കോ. ചെല്ല്.
ദേവരെത്തിയില്ല. എന്നടാ എന്നാടാ സംഭവം? എന്നാ നമ്മൾ കരുതി പ്രേമം മറ്റുമാണ്. ഇത് അതൊന്നും അല്ല. ഇത് മറ്റേ പരിപാടിയാ. ബിസിനസ് ബിസിനസ്. കൊള്ളാലേ ഇവള്. എടി എന്തു പറ്റിയതാ? മാറ് മോളെ, എന്താ പ്രശ്നം? എന്തു പറ്റി? അമ്മ അമ്മ വാതിലോർക്ക് എന്തായി കാണിക്കണ? ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ. അമ്മ പൂജ 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 ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പൂജ നമ്മ എടുത്ത് പറ വാതിലോർക്ക്. ഞാൻ പറഞ്ഞാലും അമ്മ കേക്കില്ലേ ചേച്ചി. ആർക്കും വീട്ടിൽ പോകാനല്ലേ? എന്ത് കാണാനാണ് വായി നോക്കിക്കുന്നത്? ഇവിടുത്തെ വല്ല നടക്കുന്നുണ്ടോ? വീട്ടിൽ പോകാൻ നോക്കല്ലാരും. അമ്മ ഒരു അപകടം സംഭവിച്ചു. അല്ലെങ്കിൽ നിന്റെ കാമുകനോട് പോടി. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാവ്. ഇനി നീ പറയുന്നത് കേൾക്കാം. രണ്ട് ശവം നീ കാണും. അമ്മ ചേച്ചി വിളിക്കാം. ആരെ വായി നോക്കാൻ കയറി വന്നതാ? അങ്ങോട്ട്. അമ്മ ഞാൻ അറിഞ്ഞല്ല. അമ്മ അമ്മ വാതിൽ തുറക്ക്. അമ്മ വാതിൽ തുറക്ക. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അറിയാത്ത കാര്യം അത്. ചേച്ചി പൂജ, ചേച്ചി ഇത് അമ്മ വരുന്നു. നീ അവിടെ എന്തോടുക്കുവാ? പറ്റിയ ചേച്ചി എന്നല്ലേ? നീ ഇതൊരു പോയില്ലടി. നിന്നെ ഇറക്കി വിട്ടല്ല ഞാൻ. അമ്മ ചേച്ചി പാവല്ല. നിന്നെ പോലെ പേഴ്സനെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇറങ്ങി പോടി വീട്ടിൽ. ചെയ്തിട്ടില്ല. ഇറങ്ങി പോയില്ലെങ്കിൽ വീടിയാ കത്തിക്കും. ചേച്ചി തൊലയട്ടെ. അമ്മ ചേച്ചി വിളിക്കാം. നശിച്ചവള് കാരണം. ചേച്ചിക്ക് നമ്മളല്ലാതെ വേറെ ആരല്ല അമ്മ. അമ്മ അമ്മ ചേച്ചി. പൂജ ഞാനൊന്നും ചെയ്തിട്ടില്ല. പൂജ നീ പോവില്ലല്ലേ? നിന്നെ വിടാൻ പറ്റുമോ ഞാൻ നോക്കട്ടെടി. അയ്യോ അമ്മ അമ്മനെ പോയിക്കോളാം. ഇവളെ പോലെ ഞാൻ ചാവടി. അമ്മ എന്താ ചെയ്യുന്നത്? ഒഴിക്കാൻ താമസിച്ചോടി. മേടിച്ച കാശ് എന്നിട്ട് വർത്താനം പറയടാ. എന്തെങ്കിലും ഒന്ന് പറയട്ടാ. സമയം എനിക്കെടുത്താതെ പോടാ. എടാ നീ ഒന്ന് ക്ഷമിക്ക. അയാളുടെ മോൻ കണ്ടറിയില്ല അയാൾ തരുമെന്ന്. ഡാടാ നിന്റെയൊക്കെ അഭ്യാസം ഉണ്ടല്ലോ. നിന്റെ നാട്ടിൽ പോയി ഇറക്കിയാൽ മതി. ഇവിടെ കിടന്ന് കൂടുതൽ വിളവെടുത്ത ഒറ്റെണ്ണം പുറത്തു പോവില്ല. ഒരാളത്തെ സംസാരിക്കണ്ട. ഞാൻ ഡീൽ ചെയ്തോളാം. പുറത്തേക്ക് നീ പോ. ഇറങ്ങി. ചേട്ടാ 25 രൂപയുടെ ടോപ്പ് ഉണ്ടോ? എന്ത് ഡോക്കോമോടെ? പോയടാ ചേട്ടാ. അവന്മാരൊക്കെ ഭയങ്കര ക്രിമിനൽസാ. പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത് അങ്ങോട്ട് പൂടും. അവിടെ കച്ചറൊന്നും വേണ്ട. നമുക്കൊരു ധാരണയിലെത്താം. ഈ നമ്പറൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുള്ളതാ. അങ്ങനെ പറയല്ലേട്ടാ. അഭിമാനത്തിന്റെ പ്രശ്നം കേട്ടല്ലേ. കുറച്ച് കാശ് കിട്ടാം പ്ലീസ്. നമ്മൾ പൊക്കോളാം. സത്യം. ആ പാവങ്ങളാ. നടക്കൂ. ഇത് കറങ്ങിക്കൊണ്ടിരിക്കടാ. ഡൊമിനി പൊളിച്ചല്ല. ഡൊമിനിയൻ സെറ്റപ്പിലാണല്ലോടാ. എടാ നമ്മളെ നോക്കുന്നുണ്ട്. പോയി മിണ്ടിയല്ല. ഓ ഞാനില്ല. അവന് മറ്റേ കോംപ്ലക്സ് അടിച്ചു. എടാ അവൻ കണ്ടാ ഒളിക്കണ്ട. ഇങ്ങ പോര്. തെണ്ടി ഒട്ടും എടുക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ മുമ്പ് സ്കൂട്ടാം. എന്താടാ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുകൂടെ ഇവിടെ ഒരു കാശിന്റെ പ്രശ്നം. ആ തെണ്ടിയാണെങ്കിൽ ഊട്ടിക്കത്തൊരു മുറ്റും. ആരിവന്? ആ അവൻ തന്നെ. ഒന്നുമില്ല. കുറച്ച് ക്യാഷിന്റെ. ഇവരെ എന്റെ ചങ്കാണ്. വേഷം കെട്ടെടുക്കാൻ നിൽക്കരുത്. എന്താന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്തേ. പിന്നെ ചെയ്തോളാം. വേണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ എത്ര നാളായിട്ടാ നമ്മൾ കണ്ടിട്ട്. ക്യാഷ് എടു. അപ്പൊ താടിയുള്ള അപ്പനെ നിങ്ങൾക്ക് പേടിയുള്ളല്ലേ? ഇവിടെ അടുത്ത് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്.
ഇന്ന് നമുക്ക് അവിടെ പൊളിച്ചാലോ? ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ഒരു ബോട്ടിൽ സ്കോച്ച് എടുത്തു വെക്ക്. ഓക്കെ. നീ എപ്പോ വന്നു? ജസ്റ്റ് നൗ. എടാ നിങ്ങൾ ഇരിക്കേ, ഞാൻ പറഞ്ഞു. ലോക്കല്ലേ? ഇപ്പൊ മൊത്തത്തില് 1 കോടി രൂപ. ചേട്ടാ ഇത് ശരിയാവില്ല. 25% അല്പം കൂടുതലല്ലേ ഡൊമിനി? ഒരു 10% പോരെ? ഡൊമിനിക്ക് അറിയാലോ, ഞാനും അല്പം ഫിനാൻഷ്യലി ടൈറ്റാണ്. ചേട്ടാ ഇത് നിങ്ങൾ എഴുതി തെളി 1 കോടി രൂപ. ഞങ്ങൾ വാങ്ങിച്ചെടുത്ത കാശ് അതിന്റെ 25%, അതായത് 25 ലക്ഷം രൂപ. അതാണ് ഞങ്ങളുടെ ഫീ. അതായിരുന്നു നമ്മളെ തമ്മിലെ കരാർ. എന്നാലും ഡൊമിനി ഇത് ചേട്ടാ ബാക്കിയുള്ള കാശെടുത്ത് പോവാൻ നോക്ക്. ഇനി ഇതിനെ കുറിച്ച് സംസാരമില്ലട്ടാ. നാളെ നീ വെച്ചോ. പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ ഉണ്ട്. ഇത് വേണ്ട, എനിക്ക് വേണം. എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിക്കാണല്ലോ. ഇന്ന് രാത്രി നമുക്ക് ഇതടിച്ചു കൊടുക്കൂടാ? ഇല്ലടാ, ഒരല്പം തിരക്കുണ്ട്. മറ്റൊരു ദിവസം. ശേ എന്താണത്? എത്ര നാളായിട്ട് നമ്മളൊന്ന് നേരിട്ട് കാണുന്നത്? ഇല്ലടാ, സോറി. പിന്നൊരു ദിവസം. എന്നായിക്കോട്ടെ. ശരി ശരി എന്നാ. രാജ്കുമാർ സാർ. അപ്പൊ നിനക്ക് ആളെ മനസ്സിലായില്ലേ? രാജ്കുമാർ സാർ റൂറൽ SP ആണ്. മനസ്സിലായി സാർ. ഇത് അപ്പു. ഇതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. നമ്മുടെ കട്ട ദോസ്താണ്. ഓക്കെ. അപ്പൊ ശരിടാ. എന്നാ ആയിക്കോടാ. അപ്പൊ കാണാം. ശരി എന്നാ. ഓക്കെടാ. ബൈ. നമസ്കാരം സാർ, ഞാൻ ആൻഡപ്പൻ. സ്നേഹമുള്ളവരെ. സർവാ ഒരു കാര്യം പറയാൻ. നല്ല ഒന്നാം തരം സ്കോച്ചായിരുന്നു. 2 കൊല്ലം ഒരേ റൂമിൽ ഉണ്ടുറങ്ങി കഴിഞ്ഞവരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരൊന്നും ഇവിടെ കിടക്കണു, നമ്മളിന്ന് ഇവിടെ കിടക്കണം. അന്നേ ഡൊമിനിയുടെ കൂടി ഇരുന്ന് വേറെ ലെവലായനെ. ആണാ? എന്നാ പോടാ, ആരെങ്കിലും തന്നെ പിടിച്ചു വെച്ചാ? അല്ല അതിപ്പോ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അവന് ഫീൽ ചെയ്തില്ല. എടാ ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞല്ലേ ദോസ്തോ. ഇപ്പോഴെപ്പോഴും പള്ളിയിലേക്കല്ലേ വരുന്നോ? ഞാൻ കൊണ്ടാക്കാം. വേണ്ട, നീ അങ്ങ് പോയച്ചാ മതി. വാ അച്ചോ, വാ. എന്താ അച്ചോ ഇങ്ങനെ പാത്തും പതിങ്ങി കയറുന്നേ? അച്ഛന്റെ പേടി കണ്ടാത്തൊന്ന് ഏതാണ്ട് പെമ്പിള്ളേരുടെ വണ്ടിയിൽ കയറി വന്ന്. അല്ലേലും നാട്ടുകാർക്കൊക്കെ പരാതിയാ, നിന്നെയൊക്കെ ഉപദേശിച്ച് നന്നാക്കുന്നില്ലോ എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ നിന്റെ ഒക്കെ ബൈക്കിന്റെ പുറകെ കയറി നടക്കുന്നതൊക്കെ കണ്ടാല് ഇങ്ങനെയൊക്കെ അങ്ങ് പേടിച്ചാലോ അച്ഛാ? ഇടാ, നിന്നെ ഇപ്പൊ പള്ളിയിലോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ. നിന്റെ അനിയത്തെ കൊച്ചു വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും പള്ളിയിലോട്ടൊന്ന് വന്നുകൂടെ? എന്തോന്ന് ജീവിതാടാ ഇത്? നീ ഇത് ആരോട് വാസി തീർക്കാനുള്ള പുറപ്പാടാ? ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു പോക്ക്. ചെറുപ്രായത്തിൽ അറിയാതെ നീ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയും നീ അനുഭവിച്ചു. അപ്പോ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ നിരാശപ്പെട്ട് വിധി സ്വയം ഏറ്റുവാങ്ങി ജീവിക്കല്ല വേണ്ടത്. മനസ്സിലായോ? എന്താ എന്ത് പറ്റി? എന്തിനാ? മതി, ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് അങ്ങ് പോയാ മതി. നീ വണ്ടി എടുത്തു മൂത്തിനോട് വേദോദം എന്നെ പറഞ്ഞു. അപ്പൊ ശരി അച്ചോ. എടാ, ഇനിയെങ്കിലും നിനക്ക് ഈ ഗുണ്ടായുസൊക്കെ അവസാനിപ്പിച്ച് മാന്യമായിട്ടൊന്ന് ജീവിച്ചൂടെ? ഈ പറയുന്ന കേട്ടത്തൊന്നും പ്രശ്നം മൊത്തം എന്റെയാന്ന്. കൊലപാതകയെന്ന് പറഞ്ഞ ഒരുത്തനും ഒരു ജോലിക്കും അടുപ്പിക്കുന്നില്ല. പിന്നെ ഞാനെന്താ പട്ടിണി കിടന്ന് ചാവണായിരുന്നോ? അച്ഛനൊരു കാര്യം ചെയ്യും, ഈ പള്ളിയിലെ കപ്പിയാര് പണിയില്ലേ അതെനിക്കിതാ പറ്റൂ അച്ഛന്. ചേട്ടാ, അത് നീ വിചാരിക്കുന്ന പോലെ ചുമ്മാ കപ്പിയാരൊന്നും ആകാൻ പറ്റില്ല. അതിന് ചില യോഗ്യതകളും മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. എന്റെ പൊന്നച്ചോ, എനിക്ക് കപ്പിയാരൊന്നും ആവണ്ടേ? അല്ലെങ്കിൽ ഈ വെള്ളയുടുപ്പിട്ട് പള്ളിക്കകത്തിരുന്ന് കുഞ്ഞാടുകളെ മാനസാന്തരപ്പെട്ടു എന്ന് പറയാൻ ഭയങ്കര ഈസിയാ. പക്ഷെ ഒരു കാര്യം നടത്തി തരാൻ പറയുമ്പോ സഭ കൂടണം, കമ്മിറ്റി കൂടണം. ഇവിടെ ഈ വെള്ളയുടുപ്പിട്ടുകൊണ്ട് ഓരോരുത്തർ എന്തൊക്കെയാ വൃത്തികേട് കാട്ടിക്കൊടുത്തെന്ന് അച്ഛൻ അറിയാവുന്നല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞങ്ങളുടെ ഗുണ്ടായുസൊന്നും ഒന്നുമല്ല അച്ഛോ. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ.
നീ ഈ കാര്യം ഇനി എന്നോട് പറയണ്ട. അച്ഛാ തൽക്കാലം അവരവിടെ ഒന്ന് താമസിപ്പിക്കേ, ഈ ബഹളമൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നവരാ. അച്ഛോ അവരൊരു ഹണിമൂണിന് വന്നാന്നെങ്കിൽ വിചാരിച്ചാ മതി. അത് ശരിയാ. എടാ നിനക്ക് ആ മാമച്ചന്റെ സ്വഭാവം അറിയാലോ. അവളെ എങ്ങാനും ഇവിടെ കയറ്റിയെന്ന് അറിഞ്ഞാണ്ടല്ലോ ഈ പൊരയ്ക്ക് തീ വെക്കും. അവനോട് ആര് പറഞ്ഞു ആ പെങ്കുച്ചിനെ വിളിച്ചോണ്ട് ഇറങ്ങി വരാൻ? അതും ശരിയാ. ചേട്ടാ അമ്മ പറഞ്ഞു കാശ് തരാൻ പലചരക്ക് മേടിക്കാൻ. മനുഷ്യനിവിടെ തല പോഞ്ഞിരിക്കുമ്പോ അവിടെ ഒരു പലചരക്ക് വരാടി. അച്ഛാ ഈ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഇപ്പൊ ഒരു കാര്യമില്ല. ഇപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഒരു തീരുമാനം ഉണ്ടാവും. അവരെവിടെ കയറ്റിയല്ല അത്ര തന്നെ. പട്ടി അല്ല കൊതുകിനോട് വാടാ. എന്തൊരു കടിയാണോ. എടാ പാച്ചുവിന്റെ പ്രശ്നം നമുക്ക് ജീവൻ സാറോട് പറഞ്ഞാലോ? 3 ദിവസമായിട്ട് അവന്റെ അപ്പനോട് പനിച്ചു കിടക്കാണ്. എന്നിട്ട് തലയിലൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അമ്മച്ചി നല്ല ചൂടിലാണല്ലോടാ. അമ്മച്ചി ഇത് ചേട്ടൻ. അമ്മച്ചി ആ പുത്രം വന്നാ? നിന്നോട് 4 മണി മുതൽ സാധനം മേടിച്ചിട്ടുണ്ടല്ലേ പറഞ്ഞ? നീ ഈ കൂട്ടും കൂടി ഇങ്ങനെ നടന്നോ? ഇത് എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ല കർത്താവേ. നീ വല്ലതും കഴിച്ചായിരുന്നാ? കട്ടൻ എടുക്കട്ടെ മക്കളെ? ഓ വേണ്ട. എടി മേരി നീ ആകെ വലിയ സുന്ദരി കുട്ടിയല്ല. ഭക്ഷണം കഴിപ്പൊക്കെ കുറച്ചാ? ഭക്ഷണം കഴിക്കാൻ ഇവൻ കൊണ്ടൊന്ന് കൊടുക്കല്ലേ? 3 ദിവസങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് കേറി പോടിയാത്തോട്ട് വിളിച്ചോണ്ട് പോലെ ഒരാവശ്യമില്ലായിരുന്നു. ശരി അമ്മച്ചി. മോളെ നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു തന്നെ ഇരിക്കട്ടെ. എന്നാലും നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി കുറച്ചു ദിവസം കൂടെ എനിക്ക് ഇവിടെ നിന്നാ മതി. പിന്നെ ഞാൻ അമ്മനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി തിരിച്ച് വീട്ടിൽ പോക്കോളാം. എനിക്ക് തോന്നുന്നില്ല മോളെ. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മനസ്സിന്റെ ചിന്തയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഹോ എന്തൊരു ചൂട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അല്ല പോയ കാര്യം ഞാൻ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു നോക്കി. പക്ഷെ അവര് അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഇനിയിപ്പോ ഉടനെ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അവരിവിടെ ഒഴിവാക്കാനുള്ള കാരണം നോക്കിയിരിക്കായിരുന്നു. ആ നീ ആ കൊച്ചിന് എന്തെങ്കിലും കൊടുത്ത് കിടത്ത്. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ സംസാരിക്കാലോ. എന്റെ മോളെ കാര്യം നിന്റെ അച്ഛന്റെ ബന്ധുവൊക്കെ തന്നെയാ ഞാന്. എന്നാലും 10-25 വയസ്സുള്ള ഒരു മകനില്ലേ എനിക്ക്. എനിക്ക് നിന്നെ ഇവിടെ താമസിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഈ രാത്രി മോൾ ഇവിടെ താമസിച്ചോ. നാളെ മുതല് മോള് മറ്റെന്തെങ്കിലും ഒരു മാർഗം നോക്ക്. അല്ല ഞാൻ അത്താഴം എടുക്കാം. മോൾ ഇവിടെ ഇരിക്കേ. നീ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ട് വേഗം പറഞ്ഞു വിട്ടേക്കണം അതിനെ. അമ്മ ഒന്ന് പതുക്കെ പറ. അവൾക്ക് അങ്ങനെ ആരുമില്ല, അതുകൊണ്ടല്ലേ. എടി ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. ഈ പറയുന്നൊക്കെ സത്യമാണോന്ന് എങ്ങനെ അറിയാം? അതോ ഇനി വല്ല കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് വന്നാണെങ്കിലോ? വീണേ എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവളുടെ അമ്മ പോലും അവളെ വീട്ടിൽ കയറ്റാത്ത എന്താ? നീ ഒരു കാര്യം ചെയ്തേ, അവളുടെ അമ്മയുടെ നമ്പർ ഇങ്ങോട്ട് തന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മ പ്ലീസ് ബഹളം വെക്കണ്ട. ഞാൻ അവളെ പറഞ്ഞു വിട്ടോളാം. അതുപോരെ? അനു എടി അനു എന്താ പോട്ടാ?
ആ ഫ്യൂസ് വയറിംഗ് എടുത്തേ. പിന്നെയും ഫ്യൂസ് പോയതാണോ അപ്പോ? എവിടെയോ ഷോർട്ട് ചെയ്ത ചേച്ചി. ഇതാരെങ്കിലും വിളിച്ചൊന്ന് കാണിക്കണം. ഹോ, എന്റെ ദൈവമേ, ഇതിന് ഞാൻ കാശുണ്ടാക്കണമല്ലോ. അപ്പൊ ഒരു മിനിറ്റ്, എനിക്കൊരു 300 രൂപ തരൂ. അയ്യോ ചേഞ്ച് ഇല്ലേ? ഇല്ല. 300 രൂപ മതി. സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോവാനാ. 800 രൂപ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 300 ആവശ്യം കൂടെ ഉള്ളൂ. എടി ഇത് വെച്ചോ. അയ്യോ അത്രയും വേണ്ട. അമ്മയോട് വെച്ചപ്പോ അമ്മ പറഞ്ഞു പോവണ്ടാന്ന്. ഫ്രണ്ട്സ് എല്ലാരും പോകുന്നുണ്ട്, അതുകൊണ്ടാ. അത് സാറില്ല, നീ വെച്ചോ. അയ്യോ അടുത്ത വാട വരുമ്പോ അമ്മ അറിയും. എടി പേടിക്കണ്ട, ഇത് ഞാൻ വാടകയൊന്നും പിടിക്കത്തില്ല, നീ വെച്ചോ. വാ. അപ്പോട്ടെ, അമ്മ പറഞ്ഞ നല്ല വഴക്കായിരുന്നു കേട്ടോ. ഇന്നെന്തായാലും ലേറ്റ് ആയില്ലേ, നീ ബൈക്ക് എടുത്തോ. അല്ലടാ, ഞാൻ അകത്ത് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, കുപ്പിയെല്ലാം ഇരിപ്പുണ്ട്. ഇവിടെ ഒന്നുമില്ല, നീ വിട്ടൊന്നുമില്ലേ? ശരിയാ. അപ്പൊ സാധനം കയ്യിലുണ്ടായിരുന്നില്ലേ, കൊച്ചു കള്ളൻ. അവിടെ ആരും ഇരിക്കുന്നുണ്ട്. എവിടെ? അവിടെ. ആ നോക്കാം. എടുത്തവളല്ലേ? നീ എന്താ ഇവിടെ? ഞാൻ ഇനി ഇവിടെയാ. എന്ത്? നാട്ടിൽ മുഴുവൻ എനിക്ക് ചീത്തപ്പേരാ. ഞാൻ തന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ ജീവിക്കാൻ പോണേ. ദേ ചുമ്മാ വിളച്ചിലെടുക്കല്ലേ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, എനിക്കിട്ട് നിന്നെ അറിയൂല. ഇപ്പൊ വിട്ടുപോക്കണോ ഇവിടുന്ന്? അടച്ചേരെ. അങ്ങനൊക്കെ പോയാലോ? ഒരുപാട് പേര് സാക്ഷിയാനൊക്കെ അറിയാലോ. ഞാനും പെട്ടു, താനും പെട്ടു. താൻ പെട്ടു, അത് ശരിയാ. ഞാനെന്തിനു പഠനം? ഇതിനും വലിയ കളിയൊക്കെ ഞങ്ങൾ കളിച്ചതാ. ഞങ്ങൾ ആരാന്ന് നിനക്കറിയില്ല. താൻ വലിയ ആളായിരിക്കും. താൻ ഒരു ഗുണ്ടേ നരട്ടൊക്കെ തന്നെ ഞാൻ വന്നിരിക്കണേ. പക്ഷെ എന്റെ ജീവിതം നശിപ്പിച്ച താനാ. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എനിക്കിനി താമസിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഇത് കേട്ടല്ലോ, തന്റെ പേര് ഞാൻ കിഡ്നാപ്പ് ചെയ്ത് പീഡിപ്പിച്ച് എനിക്ക് കേസ് കൊടുക്കും. ഏതൊക്കെ സംഭവിച്ചു? നീ ഇവിടെ താമസിച്ചോ, പക്ഷെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും നീ കരുതണ്ട. വാടാ. എന്ത് പെണ്ണാടാ? താങ്ക്സ്. താൻ ഇവിടെ ഇല്ലാത്ത തന്നെ എനിക്ക് നല്ലത്. കിടപ്പാടവും പോയി. വിളിയിടാവന്മാരെ സൂചിച്ച് കിടന്ന് ഉറങ്ങുക. രാത്രി എല്ലാരും കൂടി വിളിച്ചിട്ട് ഒരു സീൻ ഉണ്ടാക്കണ്ട. നീ വണ്ടി എടുത്ത് നമുക്ക് പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. തൽക്കാലം നിന്റെ വീട്ടിലേക്ക്. രാത്രി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ തൂങ്ങേണ്ടി വരും. അതുകൊണ്ട് അവൾക്ക് കാവല കിടന്നേ പറ്റും. പുറത്ത് വരാന്ത കിടന്നാ മതി. എന്നാ വാ. ഞാനില്ല, വെല്ലുമിച്ച് ഞാനില്ലാതെ ഉറങ്ങില്ല. അതുകൊണ്ട് നാളെ ഞാൻ എല്ലാരും കൂട്ടിട്ട് വരാം. നീ അവിടെ കിടന്നായി. ഓക്കെ? അപ്പൊ എല്ലാം പറഞ്ഞ നാളെ കാണാം. പോക്കോടാ.
അതെ, ഞാൻ കോളേജിൽ പോവാ. എനിക്കൊരു 100 രൂപ വേണം. പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എനിക്കറിയില്ല. തന്നെ കൊണ്ടുവിടണം. സൗകര്യമില്ല. എന്തിന്? ഒന്നിനും സൗകര്യം ഉണ്ടാവണല്ലോ. ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിടാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ഞാൻ ആരോടെങ്കിലും ചോദിച്ചു നോക്കോളാം. പക്ഷെ പൈസ തന്നേ പറ്റൂ. നിന്റെ തന്തയായിട്ടാക്കി വെച്ചിട്ടുണ്ടോ പൈസ എടുത്തു തരാൻ? ഈ ഡയലോഗ് ഞാൻ വീട്ടിൽ സ്ഥിരം കേൾക്കുന്ന. തന്നോട് തർക്കിച്ചു സമയം. അതെ, വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ബാത്റൂമിന്റെ വാതിലിൽ ഹോൾ അടയ്ക്കണം. താൻ ഉറങ്ങാന്നുള്ള ഒരൊറ്റ നേരത്തിൽ ഞാനത് കുളിച്ചേ. എടാ അവൻ കലിപ്പിൽ വല്ലതും ആണോ? പോട്ടെ പോട്ടെ. തിരുവനന്തപുരത്തല്ലേ? ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന ആരെങ്കിലും വിചാരിച്ചാ? നമ്മളവനെ സഹായിക്കാൻ വേണ്ടി ചെയ്തല്ലടാ. അതൊന്നും എനിക്കറിയില്ല. അവളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോടാ. എന്റെ വീട്ടിലാ? അതെങ്ങനെ ശരിയാവാ? അന്ന് നിന്നെ സിസ്റ്ററും കൂടിയല്ലേ വണ്ടിക്കകത്ത് നിന്ന് പിടിച്ചു? നിന്റെ അടുത്ത് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ ഇന്നലെ കൂടിയപ്പോഴേ ഓർത്തതാ എന്തോ കാലക്കേട് വരാൻ പോവാന്ന്. ബൈ സിസ്റ്റർ ഇപ്പൊ എവിടെയുണ്ട്? എനിക്കറിയാൻ പാടില്ല. കോളേജിലേക്കാന്ന് പറയാൻ എന്റെ 100 രൂപ എടുത്തോണ്ട് പോയിട്ടുണ്ട്. 100 രൂപ കൊണ്ടുപോയുള്ളൂ. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും തിരിച്ചു. ഓ, നിങ്ങൾക്ക് തമാശ. പെട്ടത് ഞാനാണല്ലോ. ദോസ്തോ, ഇത് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നുമല്ല. നമ്മൾ നേരെ അവിടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ അമ്മയെ കണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നു. അവർക്കത് സത്യസന്ധമായി മനസ്സിലാവുന്നു. പ്രശ്നം സോൾവ്. കം ഓൺ. ഹലോ രുക്ജ, എന്റെ ഐഡിയ അല്ലേ? ഞാൻ മുന്നിൽ നടന്നിട്ട് നീയൊക്കെ വന്നാ മതി. നീ ഒരു ചീള് കേസ് പോലും ഡീൽ ചെയ്യാനായിട്ട് നീയൊക്കെ എന്തോന്ന് കൊട്ടേഷൻ ഇടേ. വാ, ഈ ആന്റിമാരെ ഡീൽ ചെയ്യുന്നത് ഒരു പ്രത്യേക നാക്ക. വേണം നിങ്ങൾ കണ്ടുപിടിച്ചു. ഫോളോ മീ. നമുക്ക് പുറത്തേക്ക്. ആന്റി. ആരാ? ആ, നമസ്കാരം. എന്റെ പേര് ആന്റപ്പൻ. സ്നേഹമുള്ളവരെന്നെ ആന്റു എന്ന് വിളിക്കും. ഞാനെന്ത് വേണം? അല്ല, ആന്റിക്കും അങ്ങനെ തന്നെ വിളിക്കാം. ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാണ്. എന്താ? ഞങ്ങള് പൂർണിമയുടെ ഫ്രണ്ട്സ് ആണ്. പൂർണിമ ഇപ്പൊ ഞങ്ങളുടെ കൂടാണ്. നിനക്കൊക്കെ പുറത്ത് മതിയാക്കി കൊണ്ടുപോയി കളയണവളെ. എനിക്കിനി അവളെ വേണ്ട. വക്കാലത്തേടി വന്നേക്കുന്നവന്മാര് ദൈവം തമ്പരം വന്ന് പറഞ്ഞാൽ ഇനി അവളെ കേട്ടൂല. കുട്ടി ഏത് കോളേജിലാ? സെന്റ് ജോസഫ്സ്. ഏത് കോഴ്സാ ചെയ്യുന്നത്? ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേഷൻ. ഫസ്റ്റ് ഇയറാ? ആ. കോഴ്സ് തുടങ്ങിയിട്ട് 3-4 മാസമായല്ലോ. ഇതൊരു ഡെസ്ക് സ്കോളർ ആയിരുന്നു? ആ, അതെ. നിങ്ങളാരാ കുട്ടിയുടെ? സഹോദരൻ. എന്ത് ചെയ്യുന്നു? ഞാൻ തിരുവനന്തപുരത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാം. വീട്ടിലാരുമില്ല, അതാ പ്രശ്നം. അപ്പോ പേരൻസ്? അമ്മയുണ്ട്, മെന്റൽ ഹോസ്പിറ്റലാ. ഡോക്ടർ? അല്ല, പേഷ്യന്റാ. ചെറിയൊരു മാനസിക വിഭ്രാന്തി. പേരും അഡ്രസ്സും എഴുതിക്കോ. ID പ്രൂഫ് വേണം. ലോക്കൽ ഗാർഡിയന്റെ വേണം. ഏത് ID? ഓഫീസ് ID, പാൻ കാർഡ് എന്തെങ്കിലും മതി. എടുക്കാൻ മറന്നുപോയി. ആധാർ കാർഡ് മതിയോ? ആധാർ ഇവിടെ. ഫോൺ നമ്പർ. ആ ഫോട്ടോയിൽ കാണുന്ന ഞാൻ തന്നെയാണെന്നല്ലേ നോക്കുന്നത്? പലപ്പോഴും സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെന്താ രണ്ടുപേരും അഡ്രസ് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ? ഈ കുട്ടി എന്റെ സ്വന്തം മകളല്ല, അമ്മാവന്റെ മോളെ. ജോൺ ആന്റണി, പൂർണിമ ചന്ദ്രൻ. ഇത് ശരിയാവില്ല. നിങ്ങൾക്ക് ഇവിടെ റൂം തരാൻ ബുദ്ധിമുട്ടാണ്. വേറെ എവിടെയെങ്കിലും നോക്കിക്കോളൂ. അയ്യോ മാഡം, അങ്ങനെ പറയരുത്. വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ.
സോറി പറ്റില്ല, ഇവിടെ റൂം ഒഴിവില്ല. അതെന്താ പെട്ടെന്ന് ആരെങ്കിലും പുറകെ കൂടെ വന്ന് റൂമിൽ കയറിയോ? പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളെ പോലുള്ളവർക്ക് തരാൻ ഇവിടെ റൂമില്ല. യെസ്, സംഭവം സക്സസ്. അവൻ ഒറ്റയ്ക്കാണ് വരുന്നത്. എടാ നീ ആംഗിൾ ഒന്ന് മാറ്റി. എല്ലാം കുളമായി. ഇവളുണ്ടല്ലോ ഈ പൂതന, തുറക്കാതിരുന്നതാ കുഴപ്പമായത്. പൂർണിമ എന്നല്ലേ പേര്? ഇവൻ ഓവറായി വാ തുറന്നതാ പ്രശ്നമേ. ഇനിയിപ്പോ എന്താ ഒരു വഴിന്ന് പറ. അത് ഈ വഴിയൊന്ന് മാറും. സിസ്റ്റർ AC ഉണ്ടോ? സിസ്റ്റർ എടാ ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ആ മാങ്കോട്ടിലച്ചനെങ്ങാനും പോയി കണ്ടിട്ടേ ഏതെങ്കിലും കന്യാസ്ത്രീ മഠത്തിലാക്കാൻ പറയാം. അത് നല്ല ഐഡിയ. മഠത്തിൽ ജോലിക്ക് ഇരുത്തിയാ പോരെ, കാശൊന്നും വേണ്ടെന്ന് പറയാം. ഞാൻ മഠത്തിലൊന്നും ജോലിയില്ല. ഒന്ന് കോയിലറിയ നിനക്കെന്നെ സഭയെന്ന് പുറത്താക്കണമെന്ന് വലിയ ആഗ്രഹമല്ലേ? അതിന് അച്ഛന്റെ അടുക്കളയിൽ നിർത്താനൊന്നും അല്ലല്ലോ പറഞ്ഞേ. ആ കന്യാസ്ത്രീ മഠത്തിലൊന്ന് വിളിച്ചു ചോദിക്കാനല്ലേ പറഞ്ഞോളൂ. എനിക്കൊരു കന്യാസ്ത്രീ അറിയില്ല, ഒരു മഠവും അറിയില്ല. അച്ഛനാ മഠത്തുനിന്ന് ഇറങ്ങി വരുന്നതൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാ. എന്താ പറഞ്ഞത്? അതല്ല ചൊവ്വാഴ്ച കുർബാനായിട്ട് ഇറങ്ങി വരുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. അതൊക്കെ സഭ നിർത്തി. ഇപ്പൊ മഠത്തിൽ കുർബാനയൊന്നും ഇല്ല. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. വാട്സപ്പും ഫേസ്ബുക്കും എന്നൊക്കെ പറഞ്ഞു. നീ ആ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ച് സംസാരിച്ച് അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ നോക്ക്. ഞങ്ങളൊന്ന് സംസാരിക്കാൻ പോയതാച്ചോ. ഇനി അച്ഛനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെ. എങ്കിൽ